കാട്ടാളൻ നമ്മുടെ ആന്റണി വർഗീസിന്റെ ഫിലിം ഇപ്പൊ കണ്ടിറങ്ങിയതേ ഉള്ളൂ. സോ പടത്തിന്റെ പോസിറ്റീവ്സ് ആദ്യം പറയാം. പടത്തിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ഷൻ തന്നെയാണ്. അതിന്റെ ഫൈറ്റ് വേറെ ലെവൽ ഫൈറ്റ് ആണ്. ആക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് റേഞ്ചിൽ നല്ല കിഡിലുമായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമറ വർക്ക്. ആ ഫൈറ്റ് സീനിലൊക്കെ ഈ ആക്ഷൻ ക്യാമറയിൽ എടുത്തേക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ. അതേപോലെ ചില സീൻസ് ഒക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ ഒറ്റ ഷോട്ടിൽ ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്, ഒരു ആക്ഷൻ സീൻ സൂപ്പറാണ്. അതൊക്കെ കിടിലം. അതായത് ഈ സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ക്യാമറ വർക്കും അതിന്റെ ആക്ഷനാണ്. ആക്ഷൻ സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മൾ മാർക്കോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം അതിനെക്കാട്ടിലും അതിൽ കുറച്ച് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വയലൻസ് കൂടുതലാണ്. ഇതിൽ അത്രയും വയലൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ ആക്ഷനും ക്യാമറ വർക്കും ഈ പടത്തിന്റെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. പിന്നെ നമ്മൾ പോസിറ്റീവ്സ് ഇത്രയൊക്കെ ഉള്ളൂ, ക്യാമറ വർക്കും അതിന്റെ ഫൈറ്റ് ആക്ഷനും. നെഗറ്റീവ്സ് എന്താന്ന് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഇതിന്റെ സ്റ്റാർട്ടിങ് മറ്റേ ഡയലോഗ്സ് വരെ, അതായത് ഇതിന്റെ ഡയലോഗ്സ് പോലും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഡയലോഗ്. നമ്മുടെ KGF സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നീ അവിടെ നിന്ന് എണീറ്റ് വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര വീരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ ബിൽഡപ്പ് ഒക്കെ കൊടുത്തുള്ള ഈ ഡയലോഗ്സ്. പൊതുവെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഡയലോഗ്സ് വരാറില്ല. സോ അതൊക്കെ ഭയങ്കര ക്ലീഷയായിട്ട് തോന്നി. പിന്നെ ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് പണ്ടത്തെ തമിഴ് സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറേ വില്ലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിവിടും, ഹീറോ വരും, എല്ലാത്തിനെ കൊല്ലും. അതായത് നമ്മുടെ KGF-ലും വന്നിട്ടുണ്ട്. KGF-ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഒരു BGM-ഉം അതിന്റെ ആ ഒരു സ്വാഗും വേറെ ലെവലാണ്. പക്ഷെ ആ സ്വാഗ് ആന്റണി വർഗീസിന് അത്രയും നമുക്ക് കിട്ടാത്തതുകൊണ്ട് പടം ആ ലെവലിലുള്ള ഒരു ഇത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഏറ്റവും ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ BGM ആണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഭയങ്കര ഭയങ്കര ഒരു നോർമൽ മ്യൂസിക് ആയിപ്പോയി. അതായത് നമ്മൾ ആക്ഷൻ പടമൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണണം നമ്മൾ ആഗ്രഹിക്കാൻ മെയിൻ കാരണം നമുക്ക് ഗൂസ് ബംസ് വരണം. ആക്ഷൻ കാണുമ്പോൾ നമുക്ക് അങ്ങ് എലിവേഷൻ വരണം ഓരോ സീൻ കാണുമ്പോൾ. അതാണ് നമ്മൾ ഈ KGF-ലൊക്കെ കണ്ടത്. ഓക്കെ, ഞാൻ KGF-ആയിട്ട് കമ്പയർ ചെയ്യുന്നതല്ല. പൊതുവേ ഒരു ആക്ഷൻ സിനിമ ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഭയങ്കര ആക്ഷൻ പാക്ഡ് മൂവി ആയിട്ട് ഇറക്കുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഒരു സീൻസ് ഒക്കെ നമുക്ക് ഗൂസ് ബംസ് വരണം. പിന്നെ നമുക്ക് BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കിടിലമായിരിക്കണം എന്നുള്ള ഒരു ഇതിലാണ് തിയേറ്ററിൽ പോയി ആൾക്കാർ കാണുന്നത്. ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമയൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമില്ല. കാരണം TV-ലൊക്കെ കണ്ട അതിന്റെ ഒരു ഇമ്പാക്റ്റും വരത്തില്ല. സോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ലോ ആയിപ്പോയി. എന്താ പറയുക, ഒരു നോർമൽ ആയിപ്പോയി. ചുമ്മാ അവിടെ ഇവിടെ എലിവേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു മ്യൂസിക് ഇട്ട പോലെ തോന്നി. സോ ഇങ്ങനത്തെ ഫിലിം ഒക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്രയും പീക്ക് നോട്ട്സിലിരിക്കണം. ഇപ്പം നിങ്ങൾ ജയിലർ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജയിലർ സിനിമ ഒരു നോർമൽ കഥയാണ്. അവിടെ ഇവിടെ കുറച്ച് കോമഡി സീൻസും രജനീകാന്തൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുക, എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷേ അതൊരു ആക്ഷൻ സിനിമയാണ്. പക്ഷെ അത് ഭയങ്കര പീക്കിൽ പോകാൻ കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ജയിലർ സിനിമ 50% പടം ഓടാൻ കാരണമേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെയാണ് കഥയൊക്കെ. സോ ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഫിലിം ഇത്രയും കഷ്ടപ്പെട്ട് ക്യാമറ വർക്കൊക്കെ അത്രയും കിട്ടലായിട്ട് എനിക്ക് തോന്നുന്നു. ഈ പടം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഓരോ സീൻ എടുക്കുന്ന സമയത്ത് ഈ ക്രൂ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്കും കഷ്ടപ്പെട്ട് എടുത്ത സീൻസ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത്രയും ലോ ആകുമ്പം ആ സീനിന്റെ ഇമ്പാക്ട് തന്നെ ഭയങ്കരമായിട്ട് കുറയും. സോ അതാണ് ഈ പടത്തിന്റെ ഒരു നെഗറ്റീവായിട്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വലിയൊരു നെഗറ്റീവാണ്. പിന്നെ കഥ ഭയങ്കര ഒരു ക്ലീശേ കഥയായിപ്പോയി. പിന്നെ ഈ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിപ്പോയി. പിന്നെ ആന്റണി പെപ്പയുടെ സ്വാഗ് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നി. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഭയങ്കര ലോ ആയതുകൊണ്ട് ആന്റണി വർഗീസിന്റെ ഓരോ സീനും കാണിച്ച് ഭയങ്കര മാസ്സായിട്ട് കാണിക്കുമ്പോൾ ആ മാസ് അങ്ങോട്ട് ഏൽക്കുന്നില്ല. അത്രയ്ക്കും ഒരു ഇതായിട്ട് തോന്നി. ഓവറോൾ പടം നമ്മൾ നോക്കുവാണെങ്കിൽ തിയേറ്റർ വാച്ചബിൾ, വൺ ടൈം വാച്ചബിൾ എന്ന് പോലും ഞാൻ പറയത്തില്ല. കാരണം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പക്ക ആവാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതായിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ ഭയങ്കര ഹിറ്റാവാൻ ചാൻസ് ഉണ്ടായേനെ. സോ അതാണ് ഒരു ഇത്. പക്ഷേ ഓവറോൾ ഒരു നോർമൽ സിനിമ, ഒരു ആവറേജ് മൂവി, വൺ ടൈം വാച്ചബിൾ എന്ന് പോലും പറയില്ല. ഓക്കെ, ചിലവർക്ക് ആക്ഷൻ മൂവി, ആക്ഷൻ തന്നെ കാണാൻ വേണ്ടി മാത്രം പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ പോയി കാണാം. ആക്ഷനും ക്യാമറ വർക്കും സൂപ്പറാണ്. സോ എന്നെ സംബന്ധിച്ച് ഓവറോൾ ഈ പടത്തിന് ഞാൻ എന്താ പറയുക, ഒരു ആവറേജ് മൂവി എന്നേ ഞാൻ പറയത്തുള്ളൂ.